ഹായ് നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ ലാലേട്ടനെയും നമ്മുടെ തിടമ്പേറ്റ നല്ല കൊമ്പന്മാരെയും കാണുന്ന പോലെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. മറ്റൊരു സ്ഥലമല്ല, നമ്മുടെ കേരളത്തിന്റെ കാമുകി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊച്ചി. നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് വളരെ റഷായിട്ടുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കൊച്ചിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ പുതിയ കാഴ്ചകൾ, പുതിയ ആളുകൾ, ഇതെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പർ പ്രോഗ്രാമാണ്. നമ്മുടെ കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് നമ്മുടെ സ്വന്തം കൊച്ചി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ്. ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് അവതരിപ്പിക്കാനായിട്ട് ഏറ്റവും യോഗ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ബെസ്റ്റ് സ്ഥലം വാലന്റൈൻസ് ഡേ അവതരിപ്പിക്കാനായിട്ട് ഉണ്ടാവത്തേയില്ല. മറ്റൊരു സ്ഥലമല്ല, നമ്മുടെ കേരളത്തിലെ തിടമ്പേറ്റിയ കൊമ്പനെ പോലെ രാജകീയ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരേ ഒരു കോളേജേ ഉള്ളൂ, നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മഹാരാജാസ് കോളേജ്. ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ കൊച്ചിയുടെ സ്വന്തം രാജാവിനൊപ്പം നമ്മുടെ സ്വന്തം മഹാരാജാസിനൊപ്പം. കേരള മണ്ണിനായി ഉയിരു ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമത്തനായി തെരുവിലിറങ്ങുക, ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. മഹാരാജാസിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ സെഗ്മെന്റ് തന്നെ വേണം അല്ലെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സെഗ്മെന്റ്. ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ സെഗ്മെന്റിൽ അയാളുടെ കാമുകിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാമുകൻ നമുക്ക് ഒന്ന് കടന്നേലാലേ. എനിക്ക് ഇഷ്ടമാണ്, എന്നെ പ്യാർ കിയ. ചേട്ടനെ എനിക്ക് ഇഷ്ടമാണ്. ഇവരെല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. ഇനിയെങ്കിലും നമ്മുടെ കെമിസ്ട്രി വർക്കാക്കി കൂടെ. ചേട്ടാ ഇവക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. ഹാപ്പി വാലന്റൈൻസ് ഡേ. അഞ്ജനെ, ഇന്നറിയാം ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ഇന്ന് എന്നോട് കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. എന്താ പറയാ, ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഇനി എന്താ വേണ്ടേ? നമുക്ക് അതുക്ക് മുമ്പ് തന്നെ കുറച്ച് കാര്യം പറഞ്ഞേക്കാലോ. ഇതുക്കും നിന്നെ ആദ്യമായിട്ടല്ല പ്രപ്പോസ് ചെയ്ത്, ഇതുക്ക് മുമ്പ് എനിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിനക്ക് ഞാൻ ഒരു പ്രോമിസ് തരാം, ഞാൻ ഇത്ര നാളായിട്ട് വെർജിനാണ്. സത്യമാണോ ഈ പറയുന്നത്? നിനക്ക് എന്തേലും പറയാണ്ടെങ്കിൽ നീ ചിന്തിച്ച എന്നോട് ഇഷ്ടമെന്ന് പറയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കുട്ടി, എന്റെയും മുടി കണ്ടില്ലേ, ഇത്രയും വലുതാണ് എന്റെ മനസ്സ്. ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോകാൻ നാണം ആവണില്ലേ നിനക്ക്? ഈ മുടിയൊക്കെ സ്നേഹം മുടിയൊക്കെ കൂടുതൽ ഞാൻ ഒന്നിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് കുട്ടീനെയാണ്. എന്നെ പ്യാർക്കി. ചേട്ടാ ഒരു മിനിറ്റ്, ഒരു കാര്യം കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചാ. അത് എനിക്ക് ചേട്ടനെനിക്ക് ഇഷ്ടമാണ്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അല്ല, കുറച്ച് നാളായിട്ട് പറയാൻ വിചാരിച്ചതായി, ഇപ്പഴാ പറയാൻ തോന്നിയ. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. കണ്ട, ഇവരെല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഭയങ്കരം തന്നെ. പക്ഷെ ഇവരോട് മാത്രം ഇഷ്ടം എനിക്ക് കുട്ടനോടുണ്ട്. എന്താ അറിയോ, അതാണ് ആത്മാർത്ഥ സ്നേഹം. പേടിയാണ്, കുറെ നാളെ പറയണം വിചാരിച്ചിരിക്കുന്നു. എനിക്കിഷ്ടം. നീ എന്താ വിചാരിച്ച കുറെ നാളായാലും കണ്ട പെണ്ണുങ്ങൾ പുറകെ നടക്കണത്? ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. നിന്റെ കൂടെ വന്നത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ലടാ, എനിക്ക് ഇഷ്ടമാണ്. മര്യാദക്കെന്നെ പ്രേമിച്ചോളാം, കൊണ്ട് പെമ്പിള്ളേരെ നോക്കിയാ. ആ ശിവ തൊഴുതു മിടിക്കേ, തന്റെ ഇടം തന്നെയാണേ. എനിക്കെന്താ പറയുന്നതെന്ന് അറിയില്ല. നിന്നെ ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഡിസൈല പോയി. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു. നീ സുഹൃത്തിനെ വിചാരിച്ചോട്ടെ. കളിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാള്. വർഷേ ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷെ നിന്നോടങ്ങനെയല്ല, നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്നെ വേണ്ടാന്ന് നീ പറയരുത് പ്ലീസ്. വലിയ മസിലൊന്നെങ്കിലും
സ്നേഹിക്കാനൊരു കഴിവുണ്ട് അതുപോലെ അലവ് നീ വലിയവനാടാ. ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. അതിനത് ചിരിക്കണത് ഭയങ്കര ഇഷ്ടം. ചേട്ടാ ഇവക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. നിനക്ക് ഈ ഗതി വന്നല്ലോ, പക്ഷേ നീ തളരരുത് കുഞ്ഞെ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിട്ടാ. ഇവരെന്ത് കഷ്ടം, തലവേദനയാ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. കന്നഡ കെമിസ്ട്രി ഇനിയെങ്കിലും നമ്മുടെ കെമിസ്ട്രി വർക്കാക്കിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രപ്പോസൽ സെഗ്മെന്റ് തുടങ്ങിയത് കാമുകന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടായിരുന്നു. പക്ഷേ നമ്മുടെ മഹാരാജാസിന്റെ ക്യാമ്പസിലൂടെ നടന്നപ്പോൾ നമുക്ക് ഒരുപാട് കാമുകന്മാരെ പോലെ തന്നെ കാമുകിമാരെയും കിട്ടി അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അതിലെ ഏറ്റവും ബെസ്റ്റ് കാമുകിനെ കാണാം. ഇവരാണ് ആ പറഞ്ഞത്. പക്ഷേ ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. നീ എന്താ വിചാരിച്ച കുറെ നാളായാലും കണ്ട പെണ്ണുങ്ങൾ പുറകെ നടക്കുന്നത്? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ പ്രണയമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. മഹാരാജാസിന്റെ സംഗീതം അവരുടെ കൂടുതലായിട്ടൊന്നും തന്നെ പറയാനില്ല. വിഷ് യു ആൾ എ വെരി ഹാപ്പി വാലന്റൈൻസ് ഡേ. ഗുഡ് ബൈ.